ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യിക്കാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാം, അതേപോലെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും സപ്പിളാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസർ ആണ്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നിയപ്പം അതിന്റെ ഒരു റിവ്യൂ നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷൈൻ ഫേസർ ആണ്. ഈ ഒരു സ്ഥലത്തിൽ നമ്മൾ ഹൈലൂറോണിക് ആസിഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും സപ്പിളാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതിന് പുറമെ നമുക്കിതിന് 5 അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതായത് നമ്മുടെ നയസിന്നമൈഡ് ഉണ്ട്, ആർബുട്ടിൻ ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലൂട്ടാത്തിയൻ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ്. അപ്പം ഈ ഒരു 5 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഒറ്റ സ്ഥലം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ട്, വെയിൽ കൊണ്ടുണ്ടാവുന്ന പിഗ്മെന്റേഷൻ മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ നമുക്ക് ഫേസിൽ പിമ്പിൾസ് ഒക്കെ വന്നതിന് ശേഷം വരുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കുറയ്ക്കാനായിട്ടും ഇത് വളരെ നല്ലതാണ്. പ്ലസ് നമ്മളെ സ്കിന്നിനെ ക്ലിയർ ആക്കി വെക്കുക, ഈ ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാനായിട്ട് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫേസറാണ് നമ്മുടെ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ഫേസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഗ്ലൂട്ടാത്തിയൻ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൈൻ ചെയ്യിക്കുക അല്ലെങ്കിൽ ഈവൻ ആക്കി വെക്കുക, നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിക്കും ഗ്ലൂട്ടാത്തിയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിറ്റാമിൻ സി ഈ ഒരു UV ബ്രേസ് എന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ എന്തെങ്കിലും ഡാമേജ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുറത്തൊക്കെ പോണ സമയത്ത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് ഡാർക്ക് ആവുകയാണെങ്കിൽ ആ ഒരു ഡിസ്കളറേഷനൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആർബുട്ടിനാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൈൻ ചെയ്യിക്കുക, അതേപോലെ തന്നെ ഈവൻ ആക്കി വെക്കുക, ഈ പറഞ്ഞ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും സപ്പിളാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ നമ്മൾ നയാസിന്നമൈഡ് പറഞ്ഞില്ലേ, നയാസിന്നമൈഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ഒരു മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ നോർമലി ഒരു സ്കിന്നിനൊരു കളർ ഉണ്ടാവുമല്ലോ, അതിന് പുറമെ നമുക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 5 ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മെയിനായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു കറുത്ത പാടുകളൊക്കെ കുറച്ചിട്ട് സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും നല്ല ഭംഗിയായിട്ടും വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സപ്പിളാക്കി വെക്കുക. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു നമ്മുടെ ഫേസ് സെറം വരുന്നത്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ള പാക്കേജിങ് ആണ്. നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതേപോലെ നമുക്കിങ്ങനെ സ്ക്യൂസ് ചെയ്താൽ കണ്ടോ ഒരു തിക്കായിട്ടുള്ള ഒരു കുറച്ചൊരു തിക്ക്, നമ്മൾ വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു ടെക്സ്ചർ അല്ല, അല്ലെങ്കിൽ അതേപോലെ അല്ല ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് ഒരു തിക്കായിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് ഒലിച്ചു പോകില്ല. ഇങ്ങനെ ഡ്രോപ്പ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, മെല്ലെ ഒലിച്ചിറങ്ങുള്ളൂ. അങ്ങനെ ഭയങ്കര കുറച്ചൊരു തിക്കായിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റിക്കി ഫീലും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈസി ആയിട്ട് ലോ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ചെടുത്ത് നമ്മൾ ഫേസിൽ ഒരു 5 ഡ്രോപ്പ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ ആക്കിയതിന് ശേഷം ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കാം. നമ്മൾ കുറച്ചൊന്നും പെട്ടെന്ന് തന്നെ ഉണ്ടോ എടുക്കുമ്പോൾ നമ്മൾ ഇടുമ്പോഴേക്കും അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഭയങ്കര മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് അങ്ങനത്തെ ആ ഒരു ഹെവി ഫീലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇതേപോലെ പാറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഇട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇട്ട് ഓരോതേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചെടുക്കുക, ഒരു 4-5 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, ചെറിയൊരു മസാജ് കൊടുക്കുക, ഇങ്ങനെ ആക്കി വെക്കുക. അപ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അതേപോലെ നമുക്കിത് ദിവസം 2 തവണ യൂസ് ചെയ്യാം. അതായത് നമ്മൾ രാവിലെ നമ്മുടെ സ്കിൻ കെയറിന് ശേഷം യൂസ് ചെയ്യും. നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യും, അതേപോലെ തന്നെ ടോൺ ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫേസ് സെറം യൂസ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ വേണമെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ വെച്ചിട്ട് ഒന്നും കൂടെ അതിന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പുറത്തു പോകുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്കിൻ കെയറിന്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. രാവിലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നൈറ്റിലും. എനിക്ക് കൂടുതലും ഇഷ്ടം നൈറ്റിൽ യൂസ് ചെയ്യാനായിട്ടാണ്. കാരണം നമുക്ക് ഈ ചിലപ്പോൾ പകലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു കരിഞ്ഞ വെയിലത്തേക്കാണ് പോണത്. അപ്പോൾ അത് കൂടുതൽ സ്കിൻ ഇഷ്യൂ ആണെന്ന് വെച്ചിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ രാത്രി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പിന്നെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ആണെന്നൊക്കെ എപ്പോഴും നമ്മൾ രാത്രി നല്ലതാണ്. പക്ഷേ ഇവർ നമുക്ക് വേണമെങ്കിൽ പകലും യൂസ് ചെയ്യാം, നൈറ്റിലും യൂസ് ചെയ്യാന്നാണ് പറയണത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്ന സമയത്ത് പാസ്റ്റേഴ്സ് നമുക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം എല്ലാ സ്കിന്നും ഒരേപോലെ ആവില്ല. ഇപ്പൊ നമുക്കിപ്പോൾ ഒരേപോലെ വർക്ക് ആയിക്കോളണമെന്നില്ല. അതും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഫേസിൽ റിയാക്ഷൻ ഉണ്ടാക്കാന്ന് പറയാൻ പറ്റില്ലോ. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു 3-4 ദിവസം ഇട്ട് നോക്കുക. നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളത്. ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ പാസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് പാരബൻ ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, അതേപോലെ തന്നെ ഡൈ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ്.
പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുത്താണ്ട് നമുക്ക് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസർ ഏതാണ്, അതേപോലെ തന്നെ നല്ല സ്കിൻ ബ്രൈറ്റൈൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫേസറാണ് ശരിക്കും ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷൈൻ ഫേസർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു 4-5 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിൽ അബ്സോർബ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞില്ലേ രാത്രിയാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. രാത്രി നമ്മൾ സൺസ്ക്രീൻ്റെ ആവശ്യമുള്ളൂ. പകൽ പുറത്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് സൺസ്ക്രീൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തന്നെ കിട്ടാനായിട്ടും ഈ ഒരു സെറം എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഒട്ടലും പിടിക്കലും ഇല്ലാണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയൊരു ഫീൽ ആണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് 10 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് 10% എക്സ്ട്രാ ഓഫ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇത് നമുക്ക് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ടിറ ബ്യൂട്ടിയിലും കൂടെ അവൈലബിൾ ആണ്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.